നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 26-ാം തീയതി, അതായത് 1201 മേടമാസം 13-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ 6:12-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. രവിവാരം ഞായറാഴ്ച രാഹുകാലം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ്. ഒരു ശുഭ നക്ഷത്രമാകുന്നു മകം. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകം. പക്ഷേ വാങ്ങാനും കൊടുക്കാനും മകൻ നക്ഷത്രം അത്ര ഗുണമല്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മക ചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷം വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. അതിനാൽ ധനപരമായ ഇടപാടുകൾ, വാങ്ങൽ കൊടുക്കലുകൾ, കർമ്മങ്ങൾക്ക് മകം അഭികാമ്യമായ നക്ഷത്രമല്ല എന്ന് സാരം. നാളത്തെ തിഥിയും നല്ല തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. ചന്ദ്രൻ വളരെ ബലവാനായി വരികയാണ്. അതിനാൽ മകൻ നക്ഷത്രം ബാക്കി എല്ലാ വിഷയങ്ങൾക്കും ഗുണമാണ്. മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അശ്വതി, മകം, മൂലം. ഈ നക്ഷത്രങ്ങൾക്ക് ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്തമുണ്ട്. ഗണ്ഡാന്തത്തിൽ ജനിച്ച കുട്ടി മാതൃപിതൃ കുലാന്തകഹ എന്നാണ് പറയുന്നത്. ഗണ്ഡാന്ത പുഷ്കലേ ജാതോ മാതൃപിതൃ കുലാന്തകഹ യതി ജീവതി ഭൂപാലഹ. ആ അരിഷ്ടതകളെ ഒക്കെ തരണം ചെയ്ത് കുട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭൂപാലഹ, രാജയോഗവും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നാളെ മകൻ നക്ഷത്രം 45 നാഴികയോളമുണ്ട്. ഗണ്ഡാന്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഏറ്റവും അനുകൂലമായിട്ടുള്ളത് എന്താണ്? നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യലാണ്. എന്താണ് കാരണം? അശ്വതി, മകം, മൂലം ഇതിനെ ഭരിക്കുന്ന നക്ഷത്രം കേതുവാണ്. അതിനാൽ കേതു എന്താണ്? രാഹുവിൻ്റെ വാലാകുന്നു. രാഹു ഡ്രാഗൺസ് ഹെഡ്, സർപ്പത്തിൻ്റെ ശിരസ്സും, കേതു അതിൻ്റെ പുച്ഛം. രാഹു പുച്ഛമാണ്, ബാലാണ്. അതിനാൽ നാളെ സർപ്പക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണമാണ്. കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രേക്ഷകർക്ക് നാളെ എന്ത് ചെയ്യാം? നാളെ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഇതാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മന്ത്രം. നാളെ ശുഭമുഹൂർത്തം കാലത്ത് 9:15-നും 10:15-നും ഇടയിലുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.